ഉമ്മമാരെ ക്ഷമിച്ചേരെ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നല്ല, ഉള്ള കാര്യങ്ങൾ പറയണ്ടേ, അത് പറയാതിരിക്കാൻ പറ്റൂ. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് അതിൻ്റെ പേരിൽ അവർക്ക് കുറ്റമൊന്നുമില്ല എന്നും. അത് മറ്റൊരു ചർച്ചയാണത്, ഞാൻ പറയാം. അതായത് ഒരു സ്ത്രീയെ പറ്റി ഒരു സ്ത്രീയോട് ഇങ്ങനെ നമ്മൾ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് വേറൊരാളുടെ ഭാര്യയെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയണ പരിപാടി ചെയ്താൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്കും ചില ആളുകൾക്ക് അങ്ങനെ സ്നേഹം കൂടുതലാണല്ലോ ചില ആൾക്കാരുടെ ഭാര്യമാരോട്. എങ്ങനെ? ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടികളുടെ ഇറങ്ങി വീട്ടിന്റെ, അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് അയാളും അയാളുടെ ഭാര്യയായിട്ട് നടന്നു വരികയാണ്. നിങ്ങളുടെ വണ്ടി വേണം പോകാൻ. നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തിറക്കിയിട്ട് അയാൾ വന്ന് വണ്ടിക്കകത്ത് കയറി. അപ്പൊ നിങ്ങളുടെ ഭാര്യ കുട്ടികളെയൊക്കെ ഒരുക്കി വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി ഓടി വന്നപ്പോ കാല് സ്ലിപ്പായി തക്കട പത്തോന്നും പറഞ്ഞ് വീണു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓ, അവക്ക് വീഴാൻ കൊണ്ട് സമയം നശിച്ചവള്, ഓ ഇനി എത്ര സമയം എടുക്കൂടി, അല്ലെങ്കിൽ ഓ വീണോ എന്ന് പറഞ്ഞ് പോയൊന്ന് താങ്ങിയെടുക്കേ, എവിടാണോ ഇടിച്ചത് അവിടെ ഒന്ന് തടവി കൊടുക്കേ. ചില ആളുകൾ ചെയ്യുമായിരിക്കും, ചില ആളുകൾ അത് ചെയ്യൂല. എന്നാലേ എല്ലാരും ചെയ്യണ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോ നിങ്ങൾ വണ്ടി കാത്ത്, നിങ്ങളുടെ ഭാര്യ വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയാണ്. നിങ്ങൾ ഡോറ്, നിങ്ങളുടെ ഭാര്യയുടെ അയൽക്കാരിയായ നിങ്ങളുടെ സുഹൃത്തും അയാളുടെ ഭാര്യയും കൂടെ നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി വരുവാണ്. അപ്പൊ നിങ്ങൾ ലോക്ക് പൂട്ടി കാറിലേക്ക് നടന്നു വരികയാണ്. അവര് കാറിൽ, ഭർത്താവ് കയറി കഴിഞ്ഞായിരിക്കും ഭാര്യ കയറാൻ വേണ്ടി വന്നപ്പോ മഴ പെയ്തു. മഴ പെയ്തപ്പോ ഓടി ആ അയൽക്കാരന്റെ ഭാര്യ കാല് തെന്നി വീണു. എന്താ നിങ്ങൾ ചെയ്യാ? നിങ്ങൾ ചാവി വലിച്ചെറിഞ്ഞ് ഓടിപ്പോയി താങ്ങിയെടുത്ത്, ഓ എന്തു പറ്റി, പൊക്കിയെടുക്കും, തടവും, എന്തൊക്കെ വേണോ ചെയ്തു കൊടുക്കും. പക്ഷെ നിങ്ങളുടെ ഭാര്യയാണ് ഈ വീണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയും, അവർക്ക് വീഴാൻ വേണ്ട നേരം. ഈ ജാതി സ്വഭാവം ആണുങ്ങൾക്കുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പുന്നാര നബിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്താണെന്നറിയോ പറയണത്? ആയിഷ ബീവി പറയട്ടെ, അതായത് നബിമാരുടെ ഭാര്യമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഗീറത്ത്, ഒരു സ്ത്രീ സഹജമായ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത് ഖദീജ ബീവിയോടാണ്. കാരണം എന്താണെന്നറിയോ? പുന്നാര, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ പുന്നാര നബി എപ്പോഴും പറയും, എന്റെ ഖദീജ അങ്ങനെയാണ്, എന്റെ ഇന്നഹാകാനത്ത് വകാനത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ഖദീജ അങ്ങനെയാണ്, എന്റെ ഖദീജ ഇങ്ങനെയാണ്. ഒരു ദിവസം ആയിഷ ബീവി പറഞ്ഞു, കഅന്നഹും ലം യകുൻ ഫിദ്ദുനിയാ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. യാ റസൂലല്ലാഹ്, അവിടുന്ന് പറയുന്ന കേട്ടാൽ ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറൊരു പെണ്ണുമില്ല എന്ന് തോന്നുമല്ലോ. എന്തിനാ ഇങ്ങനെ പറയണ ഖദീജ പറ്റി, ആ മരണപ്പെട്ടു പോയ കിളവിയെ പറ്റി? ദേഷ്യത്തിൽ ചോദിച്ചു സയ്യിദത്തുന ബീവി ആയിഷ. പുന്നാര നബി തങ്ങൾക്ക് കൽബിന് വിഷമമായി പോയി. അവിടുന്ന് പറയുകയാണ്, സഹോദരങ്ങളെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എത്ര ഭാഗ്യം ചെന്ന ഉമ്മയാണെന്നറിയുമോ? അവിടുന്ന് പറയുകയാണ്, ഇല്ല, ഖദീജയെ പറ്റി നിങ്ങൾ അങ്ങനെ വർത്തമാനം പറയല്ലേ ആയിഷ. ആരാണ് ഖദീജ എന്നറിയുമോ? ഖദീജ മാ ബദലനി അല്ലാഹു ഖൈറൻ മിൻഹാ. ആയിഷ ബീവി പറയുകയാണ്, ആ ഖദീജയേക്കാൾ ഖൈറായ 40, 50, 55 വയസ്സ്, 65 വയസ്സുകാരിയായ ഖദീജയേക്കാൾ ഖൈറായ ചെറുപ്പക്കാരികൾ ഞങ്ങളോടൊപ്പമുണ്ട്, അങ്ങയോടൊപ്പമുണ്ട്. പിന്നെന്തിന് അങ്ങ് ഖദീജ ഖദീജ എന്ന് പറയണം? അപ്പോൾ പറയുകയാണ്, ഇത് കഫറ ബിന്നാസ്. ഖദീജ ആരെന്നറിയുമോ? ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചപ്പോൾ ഖദീജ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങളെല്ലാവരും എന്നെ കള്ളനാക്കിയപ്പോൾ ഖദീജ എന്നെ സത്യസന്ധനാക്കി. വവാസതിനി ബിമാലിഹാ ഇത് ഹറമലിന്നാസ്.
ജനങ്ങൾ എനിക്ക് സമ്പത്ത് തടഞ്ഞപ്പോൾ ഖദീജ അവരുടെ സ്വത്ത് മുഴുവനും എനിക്ക് തന്നു. വറസഖനി അല്ലാഹു വലദഹാ, ഖദീജയിലാണ് എനിക്ക് മക്കളെ അല്ലാഹു തന്നത്. കുറേ അങ്ങ് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് വിഷമം തോന്നി. മരണപ്പെട്ടു പോയ 55 വയസ്സ് കഴിഞ്ഞ് മരണപ്പെട്ടു പോയ ഖദീജ ബീവിയെ പറ്റി മുത്തുനബി ഇങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് മനസ്സിലായി മുത്തുനബിയുടെ കൽബിൽ ഞാൻ പറഞ്ഞത് വല്ലാതെ വിഷമായെന്ന്. നബിയെ, ഇനി മേലാല് ഖദീജ ബീവിയെ വേദനിപ്പിക്കണ, അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കണ ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞു സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയപ്പോൾ ശത്രുക്കൾക്ക് ദേഷ്യമായി. അവർ ഉപരോധം രേഖപ്പെടുത്തി. ഉപരോധം രേഖപ്പെടുത്തിയത് എന്താണ്? ഫതഹാലു അലാ ബനു ഹാഷിം വബനുൽ മുത്തലിബ്. ബനുൽ മുത്തലിബ്, ബനു ഹാഷിം കുടുംബക്കാർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അല്ലാ യുനാകിഹുഹും, ഖദീജയെയും ഖദീജയുടെ മുഹമ്മദിനെയും സമ്മതിക്കുന്ന ആളുകളെ, സഹായിക്കുന്ന ആളുകളുമായി കല്യാണം നടത്താൻ പാടില്ല. വലാ യുബായിഉഹും, അവരോട് കച്ചവടം നടത്താൻ പാടില്ല. വലാ യുജാലിസുഹും, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. വലാ യുഖാലിതുഹും, അവരോട് നടക്കാൻ പാടില്ല. വലാ യുകാലിമുഹും, അവരോട് വർത്തമാനം പറയാൻ പാടില്ല. വലാ യദ്ഖുലൂ ബുയൂതഹും, അവരുടെ വീടുകളിൽ കടക്കാൻ പാടില്ല. ഹത്താ യുസല്ലിമു ഇലൈഹിം റസൂലല്ലാഹി ബിൽ ഖത്ൽ, മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരുന്നത് വരെ ഖദീജയോടും ഖദീജയെയും മുഹമ്മദിനെയും അംഗീകരിക്കുന്ന ആളുകളോടും വർത്തമാനമില്ല, സംസാരമില്ല, ഇരിക്കലില്ല, നടക്കലില്ല, കച്ചവടമില്ല, കല്യാണമില്ല, ഒരിടപാടുമില്ല. ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ആരും കൊടുക്കുകയുമില്ല. ആ വിധത്തിൽ ബനൂ ഹാഷിം ബനുൽ മുത്തലിബ് കുടുംബം, സഹോദരങ്ങളെ, ആയിഷ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെയും പുന്നാര നബിതങ്ങളെയും ഊരുവിലക്കി ഭ്രഷ്ട് കൽപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ആരും മിണ്ടണില്ല. കണ്ടവർ പരസ്പരം മിണ്ടണില്ല. ലാത്തായെ ഊസായെ വേണ്ടാന്നോ വച്ചോനെ, എന്റെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞോനെ. ലാത്ത വേണ്ട, ഉസ്സ വേണ്ട, ഖുബല വേണ്ട, അയല വേണ്ട. ഞങ്ങൾ ഇക്കാലം അത്രയും ജീവിച്ച് ആരാധിച്ചു പോന്നിരുന്നൊരു ആരാധനാ വിഗ്രഹങ്ങളും വേണ്ട. ഏതോ അല്ലാഹുവിലേക്ക് ഞങ്ങളെ മുഴുവനും വിളിക്കുന്ന മുഹമ്മദേ, നിനക്ക് വെള്ളമില്ല, നിനക്ക് ഭക്ഷണമില്ല, നിന്നോട് ഇടപാടില്ല, നിന്നോട് വർത്തമാനമില്ല, നിന്നെ തീറ്റിപ്പോറ്റുന്ന ഖദീജയോടുമില്ല, മുഹമ്മദിനെയും ഖദീജയെയും അംഗീകരിക്കുന്ന ആളുകളോടുമില്ല. അങ്ങനെ അവര് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്തു സഹോദരങ്ങളെ? നേരെ ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന ഒരു താഴ്വര ഇവിടെ ഉണ്ട്, അബൂ താലിബിന്റെ താഴ്വര. ആ താഴ്വരയിൽ ഇങ്ങനെ പോയി. അവിടെ കാരണം കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളം തരണില്ല, ഒരാളും മിണ്ടണില്ല, ഒന്നുമില്ല. മുത്തുനബി അങ്ങ് പോയപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ തന്റെ ഓമന മക്കളെയും വിളിച്ചുകൊണ്ട് പുന്നാര നബിയോട് പിറകെ പോകുകയാണ്. അബൂ താലിബിന്റെ താഴ്വരയിലെത്തി. ഖദീജ, ഞാൻ ആ മരത്തണലിൽ കിടന്നുകൊള്ളാം, ആ മരത്തിലെ ഇലകൾ ഭക്ഷിച്ചുകൊള്ളാം, കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊള്ളാം, എനിക്കൊന്നും അവര് തരുന്നില്ലല്ലോ ഖദീജ. നബിയേ, അവിടുന്ന് പോകല്ലേ നബിയേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ പിഞ്ചോമന മക്കളെയും കൂട്ടിയിട്ട് പുന്നാര നബി തങ്ങളോട് ശഅബ് അബീ താലിബിലേക്ക് പോകുകയാണ്. നബി പറയുകയാണ്, ഖദീജ, നിനക്ക് വിശന്ന് പരിചയമില്ല, നിനക്ക് മരത്തണലിൽ കിടന്നിട്ട് പരിചയമില്ല, ഭക്ഷണത്തിന് പകരം ഇലകൾ കഴിച്ചു പരിചയമില്ല, നീ എൻ്റെ കുഞ്ഞുമക്കളെയും കൊണ്ട് മടങ്ങിപ്പോകൂ ഖദീജ.
യാ റസൂലല്ലാ, ഇല്ല നബിയേ, ഞാൻ പോകുകയില്ല. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, ഒരിറക്കാഹാരം പോലുമില്ലാതെ ഈ അബൂ താലിബിന്റെ താഴ്വരയിൽ അവിടുന്ന് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളോടൊന്നിച്ചെൻ്റെ മണിമാളികയിൽ കിടക്കുകയോ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഇല്ല നബിയേ. മറ്റൊരു രാജ്യത്തെ ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചെന്ന കാരണം പറഞ്ഞിട്ടാണ് ഖുറൈശികൾ പുന്നാര നബിതങ്ങളെ ഊരുവലക്കുന്നത്. അവരാ ശൈബ് അബീ താലിബിന്റെ താഴ്വരയിൽ നിന്ന് പുന്നാര നബിതങ്ങളെ മക്കത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചില്ല. അവിടുന്ന് അവിടെ തന്നെ കിടക്കുകയാണ്. ഖദീജ ബീവി വിട്ടില്ല. യാ റസൂലല്ലാഹ്, എനിക്ക് മണിമാളിക വേണ്ട നബിയേ, കൊട്ടാരം വേണ്ട നബിയേ, സുഭിക്ഷമായ ആഹാരം എനിക്ക് വേണ്ട നബിയേ, അവിടുത്തെയോടൊപ്പം ഞാനും കിടന്നോളാം നബിയേ. അവിടുന്ന് കഴിച്ചാൽ ഞാനും കഴിക്കും, അവിടുന്ന് കുടിച്ചാൽ ഞാനും കുടിക്കും, അവിടുന്ന് കിടന്നാൽ ഞാനും കിടക്കും. അവിടുന്ന് കഴിച്ചില്ലെങ്കിൽ ഖദീജയ്ക്ക് കഴിക്കണ്ട നബിയേ, അവിടുന്ന് കുടിച്ചില്ലെങ്കിൽ ഖദീജയ്ക്ക് കുടിക്കണ്ട നബിയേ. ശൈബ് അബീ താലിബിന്റെ താഴ്വരയിൽ പട്ടിണി കിടന്ന് ദാഹിച്ചു വലഞ്ഞ് എന്റെ മുത്തുനബി പടഞ്ഞ് മരിച്ചു പോയാൽ അവിടുത്തെയുടെ ചാരത്ത് പട്ടിണി കിടന്ന് ദാഹിച്ച് ഖദീജ മരിക്കാനുണ്ടാകും നബിയേ. അവിടുത്തെ വിട്ടിട്ട് ഖദീജയ്ക്കൊരു ജീവിതമില്ല നബിയേ. സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹാ, എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, ആരാ? മക്കയിലെ രാജാത്തിയാ, ഖുവൈലിദ് എന്ന പണക്കാരന്റെ പൊന്നോമന പൊന്നമോളാ. മക്കയിലെ മുഴുവൻ മാർക്കറ്റുകളിലും ഖദീജയുടെ ചരക്കുകളാ, ലോക മാർക്കറ്റുകളിൽ ഖദീജയുടെ ചരക്കുകളാ. അന്നത്തെ ലോക അറേബ്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഷാം, ഇന്നത്തെ മോഡേൺ സിറിയ. ആ സിറിയയിൽ കച്ചവടം നടത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ മുതലാളിച്ചി ആരാ? സയ്യിദുനാ ഖദീജ ബീവിയാണ്. തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് ഖുറൈശികൾ ഉപരോധം ഏർപ്പെടുത്തി. ആ ശൈബ് അബീ താലിബിന്റെ താഴ്വരയിൽ ബന്ദിയാക്കി കിടത്തിയപ്പോൾ മുത്തുനബിക്ക് ആ താഴ്വരയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത്ര കടുത്ത ശത്രുത അവർ വരുത്തി വെച്ചപ്പോൾ അവിടുന്ന് എങ്ങാനും പ്രവാചകൻ ഇറങ്ങി വന്നാൽ കൊന്നുകളയുമെന്നവര് പറഞ്ഞു. അവർ പല ആളുകളെയും അതിന് ചട്ടം കൂട്ടി. മുത്തുനബി തങ്ങൾ അവിടെ തന്നെ കഴിയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പോയി അവിടെ കിടന്നു. ആ സമയത്ത് മുത്തുനബിയെ സ്നേഹിക്കുന്ന ഖദീജ ബീവിയെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളും കൂടെ കൂടി. ചരിത്രം പറയുന്നത് സഹോദരങ്ങളെ, പച്ചിലകൾ മാത്രം അവർ ഭക്ഷിച്ചു എന്നാണ്. പച്ചിലകൾ മാത്രം അവർ ഭക്ഷിച്ചു. ഇന്നാ ലില്ലാഹ്. ഹത്താ കാന യസ്മഉ മിൻ വറാഇ ശഅബി അസ്വാത നിസാഇഹിം വസുബിയാനിഹിം. ആ താഴ്വരയിലൂടെ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്ക്, യാത്രക്കാർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. കുഞ്ഞുങ്ങൾ കരയുകയാണ്, വിശന്ന് കരയുകയാണ്, സ്ത്രീകൾ കരയുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. ഖുറൈശികൾ മുഴുവനും ഉപരോധിച്ചിരിക്കുകയാണ്. രാജാവിനെ പോലെ വാണ ഖദീജ ബീവി മുത്തുനബിയോടൊപ്പമുണ്ട്. അവിടുത്തെ പൊന്നുമക്കൾ, മുത്തുനബിയുടെ പൊന്നുമക്കൾ ഉമ്മു കുൽസൂം, സൈനബ് അടക്കമുള്ള മക്കൾ, ഫാത്തിമ ബീവി അടക്കമുള്ള മക്കൾ അന്ന് ഖദീജ ബീവിയോടൊപ്പം ചാരത്തുണ്ട് ആ ദുഃഖം അനുഭവിക്കാൻ. എൻ്റെ കാഞ്ഞങ്ങാടുള്ള ജനങ്ങളെ, നിങ്ങളെ കുടുംബവും ഇന്നുവരെ എന്ത് വിഷമമാണ് അനുഭവിച്ചത്? ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു ത്യാഗം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ സഹോദരാ? പുന്നാര നബി തങ്ങൾ 3 വർഷക്കാലമാണ്, 3 വർഷക്കാലം ഈ ശൈബ് അബീ താലിബിന്റെ താഴ്വരയിൽ 3 വർഷക്കാലം പുന്നാര നബി തങ്ങൾ കിടന്നു. പുന്നാര നബി തങ്ങൾ കിടന്ന് ഖദീജ ബീവിക്ക് പട്ടിണി കിടന്ന് പരിചയമില്ല, ദാഹിച്ചു പരിചയമില്ല. സമ്പന്ന തറവാട്ടിൽ പിറന്ന് കുലീനയായി ജീവിച്ച് രാജാത്തിയായി കഴിഞ്ഞ ഖദീജ ബീവി 3 വർഷങ്ങൾ കഴിഞ്ഞു ആ ഉപരോധം അവസാനിക്കാൻ. ശത്രുക്കളുടെ ശത്രുത അയവ് വന്നു. ആ ഉപരോധം കഴിഞ്ഞപ്പോൾ മുത്തുനബിയും ഖദീജ ബീവിയും ഒക്കെ തിരിച്ചു വന്നു. പക്ഷേ ഖദീജ ബീവി നന്നേ അവശയാണ്, നന്നേ പരിക്ഷീണിതയാണ്.